ഞാൻ ഈ പേരുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ബോൾസ്, നമുക്ക് ഈ പേര് വഴങ്ങുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുതുന്നത് രാജ്യത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പഠിക്കണം. ഇത് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പിന്നെ സ്പെല്ലിംഗ് പഠിക്കണം, വലിയ പ്രശ്നമാണ്. അങ്ങനെ പക്ഷേ സയൻസ് ചെയ്ത മനുഷ്യർ, ഈ കണ്ടുപിടിച്ച ടെക്സ്റ്റ് ബുക്കിൽ പേര് വന്നിരിക്കുന്ന മനുഷ്യർക്കെല്ലാം അവരുടെ ഒരു ലൈഫ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പറഞ്ഞ ഈ ബോൾസ്മാൻ എന്ന് പറഞ്ഞത് വെച്ച് കൈനറ്റിക് തിയറിയെ കണ്ടുപിടിച്ചതൊക്കെയാണ് പുസ്തകത്തിൽ പഠിക്കുന്നത്. പുള്ളിയാണ് ഈ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ച് ഈ ഒരു സിലിണ്ടറിൽ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസ് എത്ര പ്രഷർ ചെലുത്തും, അത് എങ്ങനെ ടെമ്പറേച്ചർ കൊടുത്താൽ സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഈ ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്. പക്ഷെ പുള്ളിയുടെ കാലത്ത് ഈ ആറ്റം എന്ന് പറഞ്ഞ സംഗതി വെറും ഒരു ട്രിക്കാണെന്ന്, അങ്ങനെ ആക്ച്വലി അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആക്ച്വലി ഇല്ല എന്നുമാണ് മറ്റു പല സയന്റിസ്റ്റുകൾ വാദിച്ചത്. അതിൽ ഈ ബോൾസ്മാന് അതിസാരമായ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒറ്റപ്പെട്ടു കമ്മ്യൂണിറ്റിയിൽ. അത് മാത്രമല്ല ആ സമയത്ത് നല്ല ആസ്മയുണ്ട്, കാഴ്ചയിൽ കുറയുന്നുണ്ടായിരുന്നു, ഡിപ്രഷനെ പറ്റി എല്ലാം ചെയ്തത്, സൂയിസൈഡ് ചെയ്യാൻ ചെയ്തത്. ഇതാണ് ഡ്രൈവിംഗ് കാര്യം. ഒരാൾ സൂയിസൈഡ് നമ്മൾ പെട്ടെന്ന് അയാൾ മനുഷ്യരായിട്ട് ഇല്ലേ, മനുഷ്യരൊക്കെ ചെയ്യുന്ന എന്തോ കാര്യം. സോ ദർ ഈസ് സംതിങ് ഇൻവോൾവ്, എന്തൊക്കെയോ നമുക്കൊക്കെ ഉള്ളതുപോലെ എന്തൊക്കെയോ വ്യാകുലതകളൊക്കെയുള്ള ഒരാളുണ്ട്. പക്ഷെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നതിന് ഇതിന് തുടക്കം അദ്ദേഹം ബോൾസ്മാനാണ്. ബോൾസ്മാൻ പിന്നീട് ഇന്നത്തെ കാലത്തിൽ സൂയിസൈഡ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാം. അപ്പൊ തന്നെ ദേവി വിളിച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഇറ്റ് വർക്ക്സ്. കാരണം നമുക്ക് തോന്നും മനുഷ്യന് നമ്മളൊക്കെ പോലുള്ള ആളുകൾ തന്നെയാണോ. ഇപ്പോ മേരി ക്യൂറി മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടത് നമുക്കറിയത്തില്ല. മേരി ക്യൂറിയുടെ ഭർത്താവ് എന്ന മേരി ക്യൂറി വളരെ ചെറുപ്പത്തിൽ തന്നെ കുതിരവണ്ടി ഇടിച്ച് മരിച്ചു പോയത്. അതിനുശേഷം മാഗ്നറ്റിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായ പോൾ ലാൻജിനുമായിട്ടൊരു അവിഹിത കഥ പ്രചരിച്ചത്. ഞാനിത് ക്ലാസ്സിൽ പറയുമ്പോൾ എന്താ ഇൻട്രസ്റ്റ് അറിയുന്നത് നമ്മുടെ ലെവലിലോട്ട് കിട്ടണം. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇതിലോട്ട് വന്നാൽ നമുക്ക് ഇതിങ്ങനെ ഈ സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയാം. ഇങ്ങനെ കഥയിലേക്ക് വരുമ്പോൾ ക്ലാസ് മൊത്തം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു വരും. എന്നിട്ട് ഓക്കെ കം ടു ദ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ബലൂണിന് കാറ്റ് വരും. കം ടു ദ പോയിന്റ് ആണ് റിസർച്ച് പൊട്ടിക്കുന്നത്. ശരി, നമുക്ക് പാരാമാഗ്നറ്റിസത്തിലേക്ക് വരാം എന്ന് പറയാം. അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല. നിങ്ങൾക്ക് പാരാമാഗ്നറ്റിസത്തിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഈ അവിഹിതത്തെക്കാൾ രസകരമായിട്ട് തോന്നുന്നെങ്കിൽ എന്തോ കുഴപ്പമില്ല. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് ഇങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതിന്റെ